കുംഭമേള നദിയിലെ വെള്ളം മലിനമാണെന്ന റിപ്പോർട്ട് തള്ളിയ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ച് സംഗീത സംവിധായകൻ വിശാൽ ദാദ്ലാനി. നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ യോഗിക്ക് ധൈര്യമുണ്ടോ എന്ന ദാലാൽ. കോളിഫോം ബാക്ടീരിയയുടെ അളവ് 2000% വരെ അധികമാണെന്നായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ. കുംഭമേള നടക്കുന്ന ഗംഗാനദിയിലെ ജലം കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കാമെന്ന യോഗി ആദിത്യനാഥിന്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് വെല്ലുവിളികളുമായി ഗായകനും സംഗീത സംവിധായകനുമായ വിശാൽ ദദ്ലാനി രംഗത്തെത്തിയത്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ദദ്ലാനിയുടെ വെല്ലുവിളി. ത്രിവേണി സംഗമത്തിലെ ജലത്തിൽ മനുഷ്യവിസർജ്യത്തിൽ കാണപ്പെടുന്ന കോളിഫോം ബാക്ടീരിയ അടക്കമുള്ളവയുടെ അളവ് വലിയ തോതിലാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയിരുന്നു. കോളിഫോം ബാക്ടീരിയയുടെ അനുവദനീയമായതിന്റെ 2000% അധികമാണെന്നായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനാ റിപ്പോർട്ട് രാജ്യവ്യാപകമായി കോളിളക്കം സൃഷ്ടിച്ചെങ്കിലും യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തള്ളുകയായിരുന്നു. യോഗിയും കുടുംബവും മലിനജലത്തിൽ മുങ്ങണമെന്നും നിങ്ങൾക്ക് കൂടുതൽ ശക്തി വരട്ടെ എന്നും ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്തയിൽ വിശാൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം ഗംഗാജലത്തെക്കുറിച്ച് വ്യാജ പ്രചാരണമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നതെന്നാണ് ബി.ജെ.പിയുടെ വാദം. ഗംഗാജലത്തിൽ വ്യാപക തോതിൽ കണ്ടെത്തിയ വിസർജ്യത്തിന്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.